ഇതൊന്ന് കേട്ടു നോക്കൂ. മഹാനരായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആരെങ്കിലും ഈ ഇസ്മിനെ യാ എന്ന നിദാഇന്റെ അക്ഷരം ചേർത്തിയിട്ട് ആത്മാർത്ഥമായി ചൊല്ലുന്നതിനെ പതിവാക്കുകയാണെങ്കിൽ അവൻ സ്വയം പര്യാപ്തതയിലേക്ക് എത്തും. എന്താണ് ഈ സ്വയം പര്യാപ്തത? മറ്റൊരാളെയും ആശ്രയിക്കാതെ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നല്ലൊരു വഴി തുറന്നു കൊടുക്കുന്ന സ്വയം പര്യാപ്തതയിലേക്ക് എത്തും എന്നുള്ളത് മാത്രമല്ല, ഈ ഇസ്മിനെ എഴുതി ചുമക്കുകയും ഇതിൻ്റെ അക്ഷരസംഖ്യയോളം ഇതിങ്ങനെ പതിവാക്കുകയും സൂറത്തുൽ ളുഹ പാരായണം ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് അള്ളാഹിനോട് അവന് ദുആ ചെയ്യുക, അള്ളാഹുവേ, നീ നിൻ്റെ അടിമകൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിയതുപോലെ എനിക്കും കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ. നിന്നിലേക്ക് അടുത്ത് ജീവിച്ച അടിമകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയതുപോലെ, സൂഫിയാക്കൾക്ക് ഔലിയാക്കൾക്ക് എളുപ്പമാക്കിയതുപോലെ, അംബിയാഇന് എളുപ്പമാക്കിയതുപോലെ എനിക്കും എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ, പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകണേ എന്നവൻ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ പിന്നെ മറ്റൊരാളെ മുമ്പിൽ അവനക്ക് ആശ്രയിക്കേണ്ടി വരില്ല, അവന് സഹായം ചോദിക്കേണ്ടി വരില്ല, ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല. സാമ്പത്തികമായ അഭിവൃദ്ധി ഉൾപ്പെടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നൽകാൻ കാരണമാകുന്നുള്ളതാണ്. ഇന്ന് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കാം. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇതിന് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ മുഗ്നി എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. അൽ മുഗ്നി എന്ന് പറയുന്ന ഇസ്മ ദുൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മിനെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ സുന്ദരമായ മറ്റൊരു നാമാണിത്. നമ്മൾ ദുൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഐശ്വര്യദാതാവ്, അന്യാശ്രയം ഇല്ലാതാക്കുന്നവൻ, ധനികനാക്കുന്നവൻ എന്നീ അർത്ഥങ്ങളാണ് മുഗ്നി എന്ന പദത്തിനുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഓരോ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് ഇതുപോലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അർത്ഥം വരുന്ന, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകൾ ഉപയോഗിച്ചാണ്. എന്തിനാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്? അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അതിൽ വലിയ ബറക്കത്ത് ലഭിക്കും, അതിൽ വലിയ ഖൈർ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന പരിശുദ്ധമായ ഈ ഇസ്മ അതുപോലെ തന്നെയാണ് അൽ മുഗ്നി എന്ന് പറയുന്ന ഇസ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. ഈ പരിശുദ്ധമായ ഇസ്മ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമാകും. ഇതാരെങ്കിലും പതിവായി ചൊല്ലിയാൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടും. എല്ലാ രാത്രിയിലും ഈ ഇസ്മ 1141 പ്രാവശ്യം ചൊല്ലുന്നതിനെ പതിവാക്കുകയാണെങ്കിൽ ദാരിദ്ര്യം നീങ്ങി ഐശ്വര്യം കൈവരുന്നതാണ്. 10 വെള്ളിയാഴ്ചകൾ തുടർച്ചയായി ഇത് 1000 തവണ ഉരുവിട്ടാൽ പിന്നീട് അയാൾക്ക് മറ്റൊരാളെയും ആശ്രയിക്കേണ്ടി വരില്ല. ഇതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെയാണ്. ഇസ്മിൻ്റെ ഒരു അർത്ഥം തന്നെ ഇതിൻ്റെ രഹസ്യങ്ങളും അത്ഭുതങ്ങളുടെ കലവറകളൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് ഇസ്മ കൃത്യമായി അത് ചൊല്ലാനും സാധിക്കുന്നതാണ്. ഇതാണ് മഹാനരായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയൊക്കെ പറഞ്ഞ, നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സംബോധനയുടെ അക്ഷരമായ യാ എന്ന് ചേർത്ത് ഉച്ചരിച്ച് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തതയിലേക്ക് അവനെ എത്തിക്കുമെന്ന് മഹാനരായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. യാ മുഗ്നി എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് ഒട്ടനവധി അമലുകളുണ്ട്, ഒരുപാട് അമലുകളുണ്ട്. എല്ലാത്തിലേക്കും പ്രവേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് സാധിക്കില്ല. ചില അമലുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ ഇത് എഴുതി ചുമക്കുക, യാ മുഗ്നി എന്ന് പറയുന്ന ഇസ്മ എഴുതി ചുമക്കുക. ഇത് എഴുതി ചുമക്കുക, ദിവസേന ഇതിൻ്റെ അക്ഷരസംഖ്യയോളം നമ്മൾ ചൊല്ലും ചെയ്യാം. എത്രയാണ് ഇതിൻ്റെ അക്ഷരസംഖ്യ എന്നുള്ളത് ഞാൻ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ അക്ഷരസംഖ്യയോളം ദിവസേന ഇത് ചൊല്ലും ചെയ്യാം. അങ്ങനെ ചൊല്ലിയിട്ട് സൂറത്തുൽ ളുഹ ഓതിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? റഹ്മാനായ റബ്ബേ, നിൻ്റെ എല്ലാ സൂഫിയാക്കൾക്കും മൗലിയാക്കൾക്കും അമ്പിയാക്കൾക്കൊക്കെ നീ പല കാര്യങ്ങളും എളുപ്പമാക്കി കൊടുത്തില്ലേ.
അതുപോലെ എൻ്റെ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നീ അല്ലാത്തവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്ന് എനിക്ക് വലിയ സലാമത്ത് നൽകണേ, നിന്റെ ഐശ്വര്യം എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിൽ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. ഇതിങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണർവിലോ സ്വപ്നത്തിലോ അവന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിലല്ല നല്ലൊരു വഴി അവനക്ക് തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. ഒരുപാട് അമലുകൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ, ഐശ്വര്യം കൈവരിയാൻ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാവുന്നതാണ്. ജുമാക്ക് ശേഷം പതിവായി ചൊല്ലുക. യാ അല്ലാഹുമ്മ അഗ്നിനി ബി ഹലാലിക അൻ ഹറാമിക വ ബി ഫദ്ലിക അമ്മൻ സിവാക എന്ന് പറഞ്ഞിട്ടൊരു ദുആ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിരുന്നില്ല. അതിലുണ്ട് ഈ പദം യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ജനസ്വാധീനവും അംഗീകാരവും ലഭിക്കാനും പ്രയാസങ്ങൾ നേരിടാനും ഉദ്ദേശം നിറവേറാനും നല്ല മനക്കരുത്തുണ്ടാകാനൊക്കെ ഇതൊരു കാരണമാകും എന്നുള്ളതാണ്. കച്ചവടത്തിൽ ലാഭം ഉണ്ടാകാനും ഇസ്മിനെ എഴുതിക്കെട്ടൽ പ്രയോജനപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മീമിൻ്റെ അക്ഷരസംഖ്യ, മീമിൻ്റെ നമ്പർ എന്ന് പറയുന്ന അറബിക് ഇത് പ്രകാരം അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, മീമിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് 40 ഓയിൻ എന്നുള്ളത് 1000, അപ്പോൾ 1040. നൂൻ എന്നുള്ളത് 50, അപ്പോൾ 1090. പിന്നെ യാ എന്നുള്ളത് 10, അപ്പോൾ 1100. അപ്പോൾ ഇതിൻ്റെ അക്ഷരസംഖ്യ 1100. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ ഇതിൻ്റെ അക്ഷരസംഖ്യയോളം ഇത് ചുമക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, ആ വിഷയം യഥാർത്ഥത്തിൽ 1100 തവണ ചൊല്ലുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഖാദിമീങ്ങളായ മലക്കുകൾ, അവരുടെ കീഴിലുള്ള അണികൾ, അവരുടെയൊക്കെ ഒരു ഖിദ്മ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഒരു കാരണമാകുന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത്, നമ്മൾ 5 വഖ്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കരുത്, ഖളാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ഹലാലായ ഭക്ഷണം മാത്രമാണ് കഴിക്കേണ്ടത്, ഹറാമ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്തരുത്, ദുആക്ക് ഇജാബത്ത് കിട്ടൂല. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന ഡെയിലി ഒരു തവണയെങ്കിലും ചൊല്ലാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ചൊല്ലാൻ കൂടുതൽ സമയമൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ, 3 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ചൊല്ലി തീർക്കാവുന്നതാണ് അസ്മാഉൽ ഹുസ്ന. അങ്ങനെ നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുക. അള്ളാഹു നമുക്ക് ഖൈറിൻ്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരാൻ കാരണമാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെയും കുറ്റം പറയണ്ട, ഒരാളുടെയും ഗീബത്ത് പറയണ്ട, ഒരാളെയും വെറുപ്പിക്കണ്ട. നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി, അല്ലേ? നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.